ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നും ഒരു അടിപൊളി കിടുക്കാച്ചി ഒരു ടിപ്പുമായിട്ടാണ് സുപ്പ് വന്നത്. നിറമൊക്കെ നന്നായിട്ട് കിട്ടാൻ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കൂ. മുഖത്തുള്ള അഴുക്കുകളൊക്കെ മാറിക്കിട്ടും. സൂപ്പറാണ്, നല്ല കളറ് കിട്ടും കേട്ടോ ഈ ഒരു ടിപ്പ് ചെയ്താൽ. അപ്പോൾ നമുക്ക് ആഴ്ച ഒരു 2-3 പ്രാവശ്യമൊക്കെ നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ടിപ്പിന് വേണ്ടുന്ന സംഭവങ്ങൾ ഇത് കടലമാവ് വേണം. ഞാൻ കടലമാവ് ഫ്രിഡ്ജിലങ്ങ് വെക്കും കേട്ടോ. പുറത്ത് വെച്ചാൽ നമ്മളിങ്ങനെ എടുത്തെടുത്തിട്ടങ്ങ് ചീത്തയായി. അതുകൊണ്ടിപ്പം ഫ്രിഡ്ജിൽ തന്നെയാണ് കടലമാവ് ഞാൻ വെച്ചേക്കുന്നത്. ഒത്തിരി അക്കിടി പറ്റിയിട്ട് ഇപ്പം ഏറെ നമ്മൾ വാങ്ങിച്ച് വെച്ചേക്കും. നമ്മൾ കടലമാവ് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ മുഖം കഴുകിയാൽ സൂപ്പറാണ് കേട്ടോ. കടലമാവ് മാത്രമായിട്ട് അതും കിടുവാണ്. പിന്നെ നമുക്ക് കസ്തൂരി മഞ്ഞൾ കിട്ടിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കസ്തൂരി മഞ്ഞൾ, പിന്നെ ഇതേ കുറച്ച് നമുക്ക് നാരങ്ങാനീര് വേണം. പിന്നെ പച്ചപ്പാൽ തന്നെ നമ്മൾ എടുക്കാനും നോക്കണം, കാച്ചാത്ത പച്ചപ്പാൽ. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ മാത്രം മതി നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യുന്നതിന്. അപ്പോൾ ഒരു 2-3 പ്രാവശ്യമൊക്കെ ആഴ്ചയിൽ നിങ്ങൾ ഇട്ട് നോക്കിക്കോളൂ കേട്ടോ. അപ്പോഴത്തേ കുറച്ച് ആവശ്യത്തിന് എടുത്താൽ മതി. നമ്മൾ വെറുതെ ചീത്തയാക്കി കളയേണ്ട. ആവശ്യത്തിന് നമ്മൾ എടുക്കുക. ഒരു സ്പൂണൊക്കെ മതി, കുറച്ച് കേട്ടോ. കുറച്ച് നമ്മളെടുത്തു. ഇനി നമുക്ക് അതിലേക്ക് ഞാൻ ഒരുപാട് മഞ്ഞൾ, നമ്മുടെ സാധാ മഞ്ഞളാണെങ്കിലും കസ്തൂരി മഞ്ഞളാണെങ്കിലും ഞാൻ ഒരുപാടങ്ങ് എൻ്റെ മുഖത്ത് ഇടത്തില്ല കേട്ടോ. എനിക്കെന്താ അത് പറ്റുന്നില്ല. എന്നാലും കുറച്ച് ഒരു പിഞ്ചൊക്കെ നമ്മളത് ഇടും. ഒരു പിഞ്ച് കേട്ടോ. പിഞ്ചെന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു പിഞ്ച്. ഇനി നമുക്ക് ഇതിലേക്ക് നാരങ്ങ നീരും കൂടെ നമുക്ക് പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. ഒത്തിരി ഒന്നും വേണ്ട, ഒരു അരമുറിയോ ഒന്നും വേണ്ട, കുറച്ചാണ്. അങ്ങനെ നമുക്ക് നാരങ്ങ നീരും കൂടെ ഒഴിച്ച് കൊടുക്കാം. പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ നല്ലതാണ് കേട്ടോ ഈ നാരങ്ങ നീര് ഒഴിച്ചുള്ളത്. നാരങ്ങ എടുത്തപ്പോഴേ വായിന്നും പല്ലൊക്കെ പൊളിക്കുന്നു. ഓഹോ. അപ്പോഴൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ പാല്, പച്ചപ്പാല്, കാച്ചാത്ത പച്ചപ്പാൽ കുറേശ്ശെ ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മളൊന്ന് ആ മിക്സ് ഒന്ന് കറക്റ്റ് ആവുന്നത് വരെ നമ്മളിത് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക. ആയിട്ടില്ല, ഇച്ചിരി കൂടെ ഒഴിച്ച് കൊടുക്കണം. കുറേശ്ശെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. തട്ടിമറിക്കരുത്, ഒത്തിരി അങ്ങ് തട്ടിമറിക്കരുത്. ഇച്ചിരി കൂടെ അല്ലേ. ഇത് നമ്മുടെ ഏത്തയ്ക്കപ്പം ഉണ്ടാക്കുന്ന പാകമായിപ്പോയി. അതല്ല, ഒരിച്ചിരിയും കൂടെ ഒന്ന് ലൂസായിട്ടിരിക്കണം കേട്ടോ. കറക്റ്റ് പാകമൊക്കെ കിട്ടി. ഇതേ നമ്മൾ അങ്ങനെ നമ്മുടെ പായ്ക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ പായ്ക്ക് അങ്ങനെ സെറ്റായി. ഇനി നമുക്ക് മുഖമൊക്കെ കഴുകിയിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ കുളിച്ചിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് പായ്ക്കൊക്കെ ഇടാം. അതിന് മുന്നേ നമ്മുടെ ഡ്രസ്സിനകത്തൊന്നും ആകാതെ എന്തോ ഒരു ഇതിനകത്ത് തന്നെ നോക്കിയിരിക്കുന്നത് കൊണ്ടാണോ എനിക്ക് കണ്ണിന് എന്തോ പ്രശ്നം, പെട്ടെന്ന് കണ്ണിൻ്റെ എന്തോ പ്രശ്നമാണോ എന്തോ എനിക്കറിയത്തില്ല. അതിനകത്ത് തന്നെ നോക്കിയിരുന്ന് ഞാൻ ഇത് ചെയ്തത് കൊണ്ടാണോ എനിക്കറിയത്തില്ല. പെട്ടെന്ന് നമ്മുടെ മൊബൈലിനകത്തോട്ട് നോക്കിയപ്പോൾ ഇത് മാതിരി അതിന് ഇതിൻ്റെ ആണോ, നമുക്ക് ചില ഇതൊക്കെ എടുക്കുമ്പോൾ തല ഇറങ്ങുമല്ലോ, ഇനി ഇതിൻ്റെ ആണോ, അങ്ങോട്ട് നോക്കിയപ്പോൾ എന്തോ ഒരു ലൈൻ മാതിരിയൊക്കെ ഇതിൻ്റെ ആയിരിക്കുമല്ലേ അങ്ങോട്ട് നോക്കിയപ്പോൾ. എൻ്റെ പൊന്നെ, കണ്ണൊക്കെ അടിച്ചു പോയ. നേരം വെളുത്ത ഇതിനകത്ത് തന്നെ മാന്തി പറയല്ലേ, പിന്നെ എങ്ങനെയാണ് അല്ലേ. ഇങ്ങനെ മാന്തക്കം തന്നെ തോണ്ടക്കം തന്നെ, ഇത് തന്നെ ജോലി. അങ്ങനെ പറയത്തുള്ളൂ വീട്ടുകാർ കേട്ടോ. കണ്ണിനെന്തെങ്കിലും ആണെന്ന് പറയുമ്പോൾ അത് തന്നെ നിൻ്റെ തോണ്ടൽ കുറച്ച് വെക്കെന്ന് പറയും. സത്യമല്ല, നിങ്ങൾക്കടുത്ത് അങ്ങനെ പറയാം. ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുക. അപ്പോഴും നമുക്ക് നമ്മുടെ പായ്ക്കൊക്കെ ഇടാം. ഒരു സ്പൂണൊക്കെ എടുത്താൽ മതി കേട്ടോ. ഒത്തിരി പാഴാക്കി കളയല്ലേ. നമ്മൾ ഒട്ടും പന്നലാക്കി കളയരുത് കേട്ടോ. ആവശ്യത്തിന് എടുത്താൽ മതി. പിന്നെ നമുക്ക് നാളെ ആവശ്യം വരുമല്ലോ. അപ്പോൾ ഈ ഒരു നാരങ്ങ നീര്
ഇടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മുഖത്തുള്ള അഴുക്കുകളെല്ലാം പോകും കേട്ടോ. പെട്ടെന്ന് നമുക്ക് റിസൾട്ടും കിട്ടും. നമ്മുടെ കണ്ണിനടിയിലുള്ള കറുപ്പൊക്കെ മാറാനൊക്കെ സൂപ്പറാണ് കേട്ടോ. കണ്ണിനടിയിലുള്ള പായ്ക്കൊക്കെ ഇടുമ്പോഴേ നമ്മൾ ഒരുപാട് നേരം അങ്ങ് ഉണങ്ങുന്നത് വരെ ഇരിക്കരുത് കേട്ടോ. അതിന് മുന്നേ നമ്മൾ കഴുകി മാറ്റണം. നാരങ്ങയുടെ കുരു അതിനകത്തങ്ങാണ്ട് കിടന്നു. ഇപ്പോഴും നമ്മുടെ കഴുത്തിലും ഇട്ട് കൊടുക്കാം. എനിക്ക് കസ്തൂരി മഞ്ഞൾ കിട്ടുന്നില്ലായിരുന്നു കേട്ടോ. അപ്പം കിട്ടി, അതാണ് ഞാൻ കേട്ടോ. മറ്റേ സാധാ മഞ്ഞളായിരുന്നു നമ്മൾ എടുക്കുന്നത്. ഇതിപ്പം കസ്തൂരി മഞ്ഞൾ കിട്ടിയോണ്ട് നമ്മളിവിടെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴിത് നന്നായിട്ട് അങ്ങോട്ടെ തേച്ച് പിടിപ്പിച്ച് നമുക്കൊരു 15 മിനിറ്റ് ബാക്കി കൂടെ ഞാനൊന്ന് മുഖത്ത് മൊത്തം ഒന്ന് തേച്ചിട്ട് വരാം. 15 മിനിറ്റ് നമുക്ക് ഇരിക്കാം കേട്ടോ. ബാക്കിയും കൂടെ ഞാനൊന്ന് തേക്കട്ടെ. അപ്പോഴിതാ നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു കുഞ്ഞിയൊക്കെ ഒരു മസാജൊക്കെ അങ്ങോട്ട് ചെയ്ത് നന്നായിട്ട് ഇത് തേക്കുമ്പം തന്നെ നമുക്ക് എന്താ മുഖത്ത് ഒരു നീറ്റിലൊക്കെ വരും കേട്ടോ. അത് നമ്മുടെ മുഖത്തോട്ട് പിടിക്കുന്നതാണ്. നാരങ്ങ നീരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അപ്പോഴും പേടിച്ച് നിങ്ങൾ അപ്പോഴേ പോയി കഴിയൊന്നും ചെയ്യരുത്. എന്തായാലും നമുക്കൊരു 15 മിനിറ്റ് ഇവനെ നമ്മുടെ മുഖത്ത് തന്നെ വെച്ചേക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഒരു 15 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഇരിക്കാം. സംസാരിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. പച്ച വെള്ളം കൊണ്ട് തന്നെ നമുക്ക്, തണുത്ത വെള്ളം കൊണ്ട് തന്നെ നമുക്കത് കഴുകി മാറ്റാം. ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഫുള്ള് നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞ് കഴുകിയിട്ടൊക്കെ കാണാം കേട്ടോ. അപ്പോഴിതാ നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് 15 മിനിറ്റ് ഇരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കഴുകി മാറ്റിയിട്ടുണ്ട്. പച്ചവെള്ളത്തിൽ തന്നെ നമ്മൾ കഴുകി മാറ്റണം. പിന്നെ നല്ലൊരു നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ. നമ്മുടെ മുഖം നന്നായിട്ട് ഇഷ്ടപ്പെടും. കഴുകി മാറ്റുമ്പോൾ നല്ലൊരു കളറൊക്കെ കിട്ടും. പിന്നെ മുഖത്തുള്ള അഴുക്കുകളൊക്കെ പറഞ്ഞതുപോലെ തന്നെ മാറിക്കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണം. നാരങ്ങാനീരില്ലാതെയും നമുക്ക് ഈ ഒരു പാക്കിടാം. പക്ഷേ നാരങ്ങാനീര് ചേർത്തിട്ടോളൂ, സൂപ്പറാണ് കേട്ടോ. കിടുക്കാച്ചിയാണ്. നല്ല കളറ് കിട്ടുന്നതായിട്ട് നമുക്ക് തോന്നും. നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ. നമ്മുടെ മുഖം ഇത് ചെയ്തിട്ട് മുഖം കഴുകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ. നമ്മൾ ഇഷ്ടപ്പെടാൻ വേണ്ടിയല്ലേ, നമ്മളെ തന്നെ ഇഷ്ടപ്പെടാനും മറ്റുള്ളവർ കാണുമ്പോൾ നമ്മളെ ഇഷ്ടപ്പെടാനും കൂടെ അല്ലേ നമ്മൾ ഇതേപോലുള്ള പായ്ക്കലിടുന്നതല്ലേ. അപ്പോൾ നല്ല നിറവും തെളിച്ചവും ഒക്കെ കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. സൂപ്പറാണ്, കിടുക്കാച്ചിയാണ്. കടലമാവ് ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സുപ്പുവിൻ്റെ അടുത്തിലോട്ട് ഓടി വന്നോ. ഇപ്പോൾ ഇച്ചിരി ഒക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിടുക്കാച്ചി ഒരു പായ്ക്കാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും നമുക്ക് നല്ലതിനോടാണല്ലോ നമുക്ക് അല്ലേ എപ്പോഴും മുൻതൂക്കം കൊടുക്കുന്നത്, നല്ലതിനോടാണ് നമ്മൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നലെ വരെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്തു തന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി സുപ്പുവിനെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. അപ്പോഴേയോ ഞാൻ പറയാൻ മറന്നുപോയി, നമ്മുടെ ശംഖുപുഷ്പത്തിലെ ഒരു കൂട്ടർ വീണ്ടും വന്ന് ഞാൻ പറഞ്ഞില്ലേ മുട്ടയ്ക്ക് ആയി ഇരിക്കുവാണെന്ന്. അപ്പോഴേ കുഞ്ഞി മക്കളൊക്കെ ഉണ്ടായി കേട്ടോ. ഞാൻ ഒളിക്യാമറ വെച്ചില്ല ഇതുവരെ. അപ്പോഴേ ഒളിക്യാമറ വെച്ച് നോക്കണം. ഭയങ്കര ബഹളമാണ്. പകലും രാത്രി എല്ലാം കരച്ചിലാണ്. കീ 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 എന്നുള്ള സൗണ്ടാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞിക്കിളിയുടെ ഒരുപാടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഒരു 3-4 കിളി കുഞ്ഞുങ്ങൾ കാണും. അവിടെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും എപ്പോഴും ഇവിടെ അല്ലേ. അവർക്കറിയാം ഇവിടുത്തെ അമ്മയാണ് ഞാനെന്ന് കേട്ടോ. വാടകയ്ക്ക് കൊടുത്തേക്കോ കുറച്ച് ദിവസത്തേക്ക്, പിന്നെ അങ്ങ് പോകും കേട്ടോ. ഭയങ്കര ബഹളം നടക്കുന്നു. ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ നേരത്തെ മറ്റുള്ള നമ്മുടെ അല്ലാതുള്ള
എന്താ അടുക്കള വിശേഷങ്ങളും അല്ലാതൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പം നമ്മുടെ കിളിമക്കളെയും എൻ്റെ ചെടി മക്കളെയൊക്കെ ഞാൻ കാണിക്കുമായിരുന്നു. ഇപ്പോൾ നമ്മൾ ബ്യൂട്ടി ടിപ്പിലോട്ട് അങ്ങോട്ട് പോയപ്പോൾ ഒന്നുമേ മറ്റുള്ള വിശേഷങ്ങളോ പറയുന്നുണ്ട് എങ്കിൽ തന്നെ നമ്മളങ്ങോട്ട് എന്താ വലുതായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ സരസ്വൻ്റെ കാര്യമൊക്കെ പറഞ്ഞങ്ങ് പോകും. ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. സരസ്വനും വയ്യായികയാണ്, ഓരോ ദിവസവും അങ്ങോട്ട് ക്ഷീണം തളർച്ച. ഈ ഡയാലിസിസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അങ്ങോട്ട് ക്ഷീണവും തളർച്ചയും ഒക്കെ തന്നെയാണ്, ഹോസ്പിറ്റൽ വാസങ്ങളും ഒക്കെ തന്നെയാണ് കേട്ടോ. അപ്പോഴിങ്ങനെയൊക്കെ പോകുന്നു സുപ്പുവിൻ്റെ വിശേഷങ്ങൾ. അപ്പോഴും നല്ല വിശേഷങ്ങൾ നല്ല ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെയും കാണാം. അപ്പോഴെല്ലാ കൂട്ടുകാർക്കും